ഗുഡ് മോർണിംഗ്. ഇന്ന് ചെറിയൊരു സിമ്പിൾ ലഞ്ച് ഐഡിയ ഉണ്ടല്ലോ. ഇത് കുക്ക് ചെയ്തിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാൻ. സോ ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ആൻഡ് ഇത് ആകാനുള്ള ടൈം എന്ന് പറയുന്നത് ഒന്ന് സവാള മുറിക്കാനുള്ള ടൈം, പ്ലസ് അരി കുറച്ച് സാധനങ്ങൾ കഴുകാനുള്ള ടൈം, പ്ലസ് അരി വേവാനുള്ള സമയം. ഇത് മൂന്നും കൂടിയാണ് ഇതിൻ്റെ ആക്ച്വൽ ടൈം. സോ ഇറ്റ്സ് റിയലി റിയലി സിമ്പിൾ. ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. ബിരിയാണി റൈസ്, നേരിയരി എന്ന് പറയും. ഇത് ചെറുപയർ പരിപ്പ് ആൻഡ് ഒരു സവാള പ്ലസ് ഒരു 4-5 കടല. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോ ഘീ ഓർ എനി അതർ കുക്കിംഗ് ഓയിൽ. എണ്ണ തിളച്ച് വരുമ്പം സവാള. ഈ കടല ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടൊന്നുമില്ല. സോ ഈ വെളിച്ചെണ്ണയിൽ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. പിന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ പരിപ്പ് ഇടണം, പിന്നെ ഈ അരിയും ഇടണം ഈ വെളിച്ചെണ്ണയിൽ തന്നെ. പിന്നെ ഒരു മിനിമം 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് ഇളക്കണം ഈ വെളിച്ചെണ്ണയിൽ. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുമെങ്കിൽ മാത്രം പിന്നെയും കുറച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കണ്ണൂരിൽ ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ അരി നന്നായിട്ട് വറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കുക ചെയ്യാം. സോ ഞാനും അതേ സെയിം കാര്യം തന്നെയാണ് ഫോളോ ചെയ്യാറ്. സോ എത്ര നന്നായിട്ട് വറുക്കാൻ പറ്റുന്നോ അതുവരെ വറുക്കാം. അത് നമുക്ക് അരി കാണുമ്പോൾ മനസ്സിലാവും അത് ഫുള്ളായിട്ട് വറുത്ത് കഴിഞ്ഞു. അപ്പോൾ മാത്രം വെള്ളം ഒഴിക്കാം, അതും തിളക്കണ വെള്ളം. വറവ് കംപ്ലീറ്റ് ആയത് നമുക്ക് അരി കാണുമ്പോൾ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മ മനസ്സിലാക്കി തന്നപ്പം എനിക്ക് മനസ്സിലാവാറുണ്ട്. വെള്ളം ഒഴിക്കാം. എത്ര വെള്ളം ഒഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒക്കെ ഒരു കൈ കണക്കാം. പണ്ട് തൊട്ട് അതെങ്ങനെയാണ് ഉപ്പ് പോലെ തന്നെ. ദെൻ ഉപ്പിടുക. ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ചിടാം, എൻ്റെ അടുത്തില്ല. ദെൻ അടക്കുക. ഇച്ചിരി ഒന്ന് കൂട്ടുക. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ടേൺ ഓഫ് ദ ഗ്യാസ്. എന്നിട്ട് കുറച്ച് കുരുമുളക് വിതറുക. ഇതിൽ വേറെ ഒരു പൊടികളോ മസാലകളോ ചേർക്കണില്ല. സോ ആ ഒരു നനവുണ്ട് ഇപ്പോൾ ഓൾറെഡി. എന്നിട്ട് ഈ ചെറിയ നനവിൽ തന്നെ അടച്ചു വെക്കാം. ആ ഒരു ചെറിയ നനവിൽ തന്നെ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പം ആ ഒരു ആവിയിൽ അത് ബാക്കി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിക്കണം, ആ വെള്ളമൊക്കെ വറ്റിയിട്ട്. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ വെള്ളമൊക്കെ വറ്റി. ഇതിന് തന്നെ ഒഴിച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ്. നല്ല വിട്ട് വിട്ട് വന്നിട്ടില്ലേ. നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടല്ലോ.